അമ്മ. ആ അതാ ഞാനേ നിനക്കിതാ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുടിച്ചു നോക്ക്. നിനക്ക് പായസം നല്ല ഇഷ്ടല്ലേ? ഇതാ പായസാ. എനിക്കിപ്പോ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. അല്ല, ഈ എന്താ ഡ്രസ്സ് ഒന്നും മാറാതെ നിൽക്കുന്നത്? അതൊക്കെ മാറ്റിട്ടൂടെ? അതൊക്കെ മാറ്റാം. അതെ, എന്റെ റൂമിലുണ്ടായിരുന്ന എന്റെ സാധനങ്ങളൊന്നും കാണാനില്ലല്ലോ. എന്റെ സാധനങ്ങളാ? എന്ത് സാധനങ്ങള്? ഞാൻ കല്യാണത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന എന്റെ ഡ്രസ്സുകള്, പിന്നെ എന്റെ കുറെ ഡയറികള്, വേറെയും കുറെ ബുക്സ്, പിന്നെ കുറെ ഫോട്ടോസ്. അങ്ങനെ ആ റൂമിൽ എന്റെ ഒരു സാധനവും ഇല്ല. അതൊക്കെ എവിടെ? ആ പഴയ കുറെ ആക്രി സാധനങ്ങളല്ലേ, പഴയ കുറെ ഡ്രസ്സുകള്, പിന്നെ എന്തൊക്കെയോ കുറെ ബുക്സ്, കുറെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അതൊക്കെ എടുത്തിട്ട് ഒരു ചാക്കിലാക്കിയിട്ടേ അവിടെ ആ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. എന്തിനാ ഇനി അതൊക്കെ? അതൊക്കെ വൃത്തിയാക്കിയ റൂമൊക്കെ വൃത്തിയാക്കി അതൊക്കെ മാറ്റിയിട്ട് അപ്പൊ എല്ലാം കൂടെ ആ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അമ്മ ഈ പറയണത് അതങ്ങനെ ആക്രി സാധനങ്ങളൊന്നും അല്ല. അതൊക്കെ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ. നിന്റെ കുറെ സാധനങ്ങൾ എന്തിനാണ് ആ സാധനങ്ങളൊക്കെ? ഡ്രസ്സുകളൊക്കെ പുതിയ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് അവിടെ ഞങ്ങളുടെ അലമാരിയിലില്ലേ, ഞങ്ങളുടെ റൂമില് അലമാരിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ടോ. ഈ പഴയ ഡ്രസ്സുകളൊക്കെ എന്തിനാണ്? ഞാൻ ഇവിടെ 3 ദിവസം വന്ന് നിൽക്കാന്ന് വിചാരിച്ചാണ്. എന്റെ മുറിയിൽ കിടന്ന് ഉറങ്ങാലോ, എന്റെ ആ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ഞാനായിട്ട് നിൽക്കാലോ എന്ന് ആഗ്രഹിച്ചിട്ടാ ഞാൻ വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ ഒരു സാധനങ്ങളും ഇല്ല. ഒക്കെ പഴയത്. അതൊക്കെ ആ റൂമിൽ നിന്ന് പോയപ്പോ തന്നെ വൃത്തിയായി. ഇപ്പോഴേ എന്റെ ഏട്ടനാണ് ആ റൂമിൽ കിടക്കണത്. ഇപ്പൊ അവന്റെ റൂമാണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ സമയമില്ല അവന്. എപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ ഈ വന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം അതിന്റെ ഉള്ളിൽ തന്നെ. ഇനി ഓൻ അതിന്റെ ഉള്ളിൽ നിന്ന് മാറി നിൽക്കുവോ തോന്നുന്നില്ല. ചേട്ടന് കിടക്കണ്? അപ്പൊ എന്റെ റൂം എവിടെ? ഈ ഇതുപോലെ വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഒരു റൂം ഇങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഓൻ എടുത്തോട്ടെ, എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ. അപ്പൊ അതിപ്പോ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ കിടന്നാ പോരെ? അച്ഛന്റെ അമ്മയുടെ റൂമിലാ? അപ്പൊ എനിക്കിവിടെ റൂമില്ലേ? അപ്പൊ ചേട്ടന് വേണ്ടിയിട്ടല്ലേ മുകളിൽ റൂം എടുക്കാ പറഞ്ഞത്? അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോ പെട്ടെന്ന് മുകളിലേക്ക് റൂം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് പൈസ മതി അതിനൊക്കെ. അപ്പൊ ഇപ്പൊ അതൊന്നും നടക്കില്ല. അതൊക്കെ ഇനി പിന്നെ എപ്പോഴേലും ചെയ്യാം. ഈ ഇപ്പൊ വല്ലപ്പോഴും എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ. അതിനിപ്പോ എന്തിനാണ് ഇപ്പൊ റൂം അതിനു വേണ്ടി മാറ്റി വെക്കണത്? ഇപ്പൊ ആകെ 2 റൂമുണ്ട്. ഇപ്പൊ ഈ വരുമ്പോ ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ കിടന്നാ പോരെ? അതിനിപ്പോ എന്താ? അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഹാളിലേക്ക് അങ്ങോട്ട് മാറി കിടന്നാ പോരെ? അതിനിപ്പോ ഒരു റൂം തന്നെ വേണമെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. കിടക്ക ഒരു റൂം ഉണ്ടായാൽ മതിയല്ലോ എന്നാ. എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ കല്യാണം വരെ എനിക്ക് എന്തൊക്കെ സന്തോഷം വരുമ്പോഴും എന്തൊക്കെ സങ്കടം വരുമ്പോഴും ഞാൻ എൻ്റെ റൂമിലല്ലേ പോയിരിക്കാറ്. എനിക്ക് അത്ര അറ്റാച്ച്മെന്റ് ആണ് ആ റൂമിനോടും അതിൻ്റെ ഉള്ളിൽ എൻ്റെ സാധനങ്ങളോടും. അതൊന്നും പറഞ്ഞെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അവളുടെ ഒരു കാര്യം. ഒന്ന് കൊഞ്ചാതെ പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗസ്റ്റ് ആയില്ലേ? കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങോട്ട് ഒഴിവാക്കിയ പോലെയായി. കല്യാണം കഴിച്ചു പോയ വീട്ടിൽ ഞാനൊരു ഗസ്റ്റാ. അതിനിപ്പോ എന്നും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റണത് എൻ്റെ റൂമിൽ വരുമ്പോഴല്ലേ. ഞാൻ വിചാരിച്ചത് അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന. കാരണം അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ സ്വന്തമായിട്ട് റൂം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ പോയിട്ട് അങ്ങനെ നിൽക്കാറും കൂടി ഇല്ലല്ലോ. എത്ര ദൂരെ പോയിട്ടുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ വന്നിട്ട് സ്വന്തം റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എൻ്റെ റൂമിൽ കുറേ നേരം ഇരിക്കണം, എൻ്റെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ പഴയ ഡയറിയൊക്കെ നോക്കി അങ്ങനെ എന്തൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതാ. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സാധനങ്ങളും ഇല്ല. ആ റൂം പോലും എൻ്റെ അല്ല. അതിപ്പോൾ പൈസയ്ക്ക് നല്ല ടൈറ്റ് ആയതുകൊണ്ട്. അത് സാരല്ല. പൈസയുടെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത് കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് ഏട്ടൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വൈകിട്ട് തന്നെ അങ്ങോട്ട് വരണം പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഇറങ്ങും. പോവേ? ഈ 2-3 ദിവസം നിൽക്കാ പറഞ്ഞ് വന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് പോവാ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും ഏട്ടനൊക്കെ വരുമ്പോ ഞാൻ എന്താ പറയാ? അമ്മ അച്ഛനോടും ഏട്ടനോടും ഒക്കെ പറഞ്ഞാൽ മതി. പിന്നെയും വരാലോ. എന്തായാലും ഞാൻ നിൽക്കണില്ല. അവിടെ എന്തോ അർജന്റായിട്ട് എന്തോ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പോവാ. ഹലോ. ആ മട്ടൺ ഒന്നും വാങ്ങിക്കണ്ട രാത്രിയിലേക്ക്. ഓൾക്കത് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഓളിപ്പം ഒന്നും നിക്കണില്ലാന്ന്. ഇപ്പൊ ചോറുണ്ടിട്ട് അപ്പൊ തന്നെ പോവാത്രേ. അവിടെ എന്തോ വൈകിട്ട് എന്തോ പരിപാടി എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ര അവിടുന്ന്. അപ്പോൾ ഓൾ അങ്ങോട്ട് പോവാണ് പറഞ്ഞു. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് മോളിലേക്ക് റൂം എടുക്കണം കേട്ടാ. അപ്പൂന് വേണ്ടിയിട്ട് മോളിലേക്ക് റൂം എടുക്കാം.
അപ്പൂന് താഴത്തുള്ള റൂം അപ്പൂന്റെ അല്ല, അത് ഓൾഡ് റൂമാണ്. ഓള് ചെറുപ്പം മുതൽ കല്യാണം കഴിഞ്ഞ് പോണ വരെ ഉണ്ടായിരുന്നത് ആ റൂമിലല്ലേ. അപ്പൊ അത് ഓൾഡ് റൂം തന്നെയാണ്. അവൾക്ക് വേറെ റൂമുണ്ട്. അവൾക്ക് ഇവിടെ വേറെ റൂം ഉണ്ടെങ്കിലും അവൾക്ക് ആ റൂമിൽ നിൽക്കണ ഒരു സന്തോഷവും സമാധാനവും ഒന്നും വേറെ റൂമിൽ നിന്നാ കിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പോയി എന്ന് വെച്ചിട്ട് അവളുടെ അങ്ങനെ അതൊന്നും ശരിയാവില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് റൂം എടുക്കണം. പൈസയ്ക്കും ലോൺ എടുക്കുക എന്താ വെച്ചാൽ ചെയ്തിട്ടേ അത് ചെയ്യണം. എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ റൂമില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അധികം പോയി നിന്നിട്ടുമില്ല. എൻ്റെ മോൾക്ക് എന്തായാലും അതുപോലെ പറ്റില്ല. അവൾക്ക് അവളുടെ റൂം തന്നെ വേണം അവിടെ. ആ, ശരി എന്നാൽ.